നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ ഗർഭത്തിൻ്റെ ആദ്യത്തെ 3 മാസം എങ്ങനെയായിരിക്കണം, നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് പ്രതിപാദിച്ചത്. 3 മാസം കടന്ന് കിട്ടുമ്പോൾ വാസ്തവത്തിൽ ഡോക്ടർമാർക്ക് ഒരു സമാധാനമാണ്. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ അബോർഷനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. 100 സ്ത്രീകൾ ഗർഭവതികളാകുമ്പോൾ 10 തൊട്ട് 15 പേരുടെ ഗർഭം അലസിപ്പോകാറാണ് കാണുന്നത്. ഇതിന് പല പല കാര്യങ്ങളുണ്ട്, അത് നമ്മൾ കഴിഞ്ഞ വീഡിയോകൾ പ്രതിപാദിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ 14 ആഴ്ച ആയി കഴിയുമ്പോൾ, അതായത് ആദ്യത്തെ 3 മാസം കടന്നു കഴിയുമ്പോൾ നമുക്കുള്ള സമാധാനം എന്ന് പറയുന്നത് ഈ അബോർഷൻ്റെ സാധ്യത ഈ 15% നിന്ന് 2-3% കുറയുന്നു എന്നുള്ളതാണ്. ആദ്യത്തെ 14 ആഴ്ച വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോവുകയാണെങ്കിൽ ആ 3 മാസത്തിൻ്റെ അവസാനമുള്ള സ്കാനിലും വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ കുഞ്ഞ് താരതമ്യേന ഒരു നോർമൽ കുഞ്ഞായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സമാധാനത്തോടു കൂടിയാണ് ഗർഭിണികളും ഡോക്ടർമാരും 4-ാം മാസത്തേക്ക് കടക്കുന്നത്. അപ്പോൾ ഈ 4 മാസം തുടങ്ങി അടുത്ത 3 മാസം, അതായത് 12 ആഴ്ച, 14 ആഴ്ച തുടങ്ങി 28 ആഴ്ച വരെയുള്ള സമയം, ഏകദേശം 7 മാസം എന്ന് പറയാം. അപ്പോൾ 3 മാസം കഴിഞ്ഞ് 7 മാസം വരെയുള്ള കാലഘട്ടത്തിൽ എന്താണ് ഗർഭിണികൾക്ക് സംഭവിക്കുന്നത്, എന്താണ് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് സംഭവിക്കുന്നത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങൾക്കും ഒരു സമാധാനം ഉണ്ടാവും. ഈ സമയത്ത് ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു, 14 ആഴ്ച വരെ കുഞ്ഞിൻ്റെ അവയവങ്ങൾ, എല്ലാ അവയവങ്ങളും ഒരു വലിയ ആൾക്ക്, അതായത് പ്രായപൂർത്തി എത്തിയ ഒരു സ്ത്രീക്കോ പുരുഷനോ ഉള്ള എല്ലാ അവയവങ്ങളും തന്നെ കുഞ്ഞിനും ഉണ്ടാകും. അപ്പോൾ അത് കഴിഞ്ഞുള്ള സമയത്ത് ആ അവയവങ്ങളുടെ ഒരു മെച്ചുറേഷൻ, ഒരു പാകപ്പെടുത്തലാണ് നടക്കുന്നത്. അപ്പോൾ ഈ സമയത്തും നമ്മൾ മാസത്തിലൊരിക്കലാണ് ചെക്കപ്പിന് വരേണ്ടത്. കാര്യം വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും നമ്മൾ ഈ സമയത്ത് പ്രതീക്ഷിക്കുന്നില്ല. അവയവങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഇതിൽ ഒരവയവത്തിന് മാത്രം വളർച്ചക്കുറവുണ്ട്. അത് കുഞ്ഞുങ്ങളുടെ ശ്വാസകോശത്തിനാണ്. കുഞ്ഞുങ്ങളുടെ ശ്വാസകോശം വികസിച്ച് തുടങ്ങുന്നത് തന്നെ ഏകദേശം 5 മാസം കഴിഞ്ഞ് 6-ാം മാസത്തിലേക്ക് കടക്കുമ്പോഴാണ്. അതിൻ്റെ പൂർണ്ണ വളർച്ച എത്തുന്നത് 30-32 ആഴ്ച കഴിയുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് 32 ആഴ്ചയ്ക്ക് മുമ്പ് പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക തീവ്ര പരിചരണം ആവശ്യം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതിനു മുമ്പ് പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾ കഴിയുന്നതും ആ പ്രസവം കുഞ്ഞുങ്ങളുടെ, നവജാത ശിശുക്കളുടെ തീവ്ര പരിചരണ വിഭാഗത്തിനുള്ള സൗകര്യങ്ങളുള്ള ആശുപത്രിയിൽ വേണം നടക്കാൻ. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരിടത്ത് പ്രസവിച്ചിട്ട് ആ കുഞ്ഞിനെ ICU കെയറുള്ള, നിയോനേറ്റൽ ICU കെയറുള്ള ഹോസ്പിറ്റലുകളിലേക്ക് വിടുന്നത്. വാസ്തവത്തിൽ അതല്ല അതിൻ്റെ ശരി. ഏതെങ്കിലും കാരണവശാൽ നമുക്ക് നേരത്തെ പ്രസവം വേണ്ടി വരും എന്ന് നമുക്ക് അറിയാം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സ്ത്രീ പ്രസവിക്കുന്നത് നിയോനേറ്റൽ ICU ഉള്ള ഒരു ആശുപത്രിയിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ ഈ ലങ്സിൻ്റെ വളർച്ചക്കുറവ് മാത്രമേ ഈ സമയത്തുള്ളൂ. ബാക്കി അവയവങ്ങളെല്ലാം തന്നെ പടിപടിയായി ഓരോരോ ഡെവലപ്മെൻറ്റ്സ് കൈവരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ സമയങ്ങളിൽ നമുക്ക് മാസാമാസമുള്ള ചെക്കപ്പ് മതി. കാര്യം എന്തെങ്കിലും പെട്ടെന്ന് കണ്ടുപിടിച്ചാലും നമുക്ക് 20 ആഴ്ചയിൽ ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റില്ല. നമുക്ക് നമ്മളുടെ ഇവിടുത്തെ സാഹചര്യങ്ങളിൽ ഏറ്റവും കുറഞ്ഞ് കുഞ്ഞിനെ എടുക്കാൻ കഴിയുന്നത് ഒരു 24 ആഴ്ച കഴിയുമ്പോഴാണ്. 24 ആഴ്ച കഴിഞ്ഞ് 26 ആഴ്ച, 28 ആഴ്ചയിലൊക്കെ കുഞ്ഞിൻ്റെ വെയിറ്റ് എന്ത് തന്നെയാണെങ്കിലും, അതായത് 700 ഗ്രാം 800 ഗ്രാം ഒക്കെ ആണെങ്കിലും തീവ്രമായ പരിചരണത്തിലൂടെ വെന്റിലേറ്റർ സപ്പോർട്ടോടുകൂടി ആ കുഞ്ഞുങ്ങളെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ 6 മാസത്തിന് മുമ്പ് നമ്മൾ കൂടെ ഗർഭിണികളെ കണ്ടിട്ട് കാര്യമില്ല. 7-ാം മാസം തുടങ്ങി, അതായത് 28 ആഴ്ച തുടങ്ങുമ്പോഴാണ് നമ്മൾ എല്ലാ 2 ആഴ്ചയും ഗർഭിണികളെ ചെക്കപ്പിന് വിളിക്കുന്നത്. അപ്പോൾ മാസത്തിലൊരിക്കൽ ചെക്കപ്പിന് പോകണം. പിന്നെ
നമ്മൾ ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ പരിശോധനകളാണ് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഈ സമയത്ത്, അതായത് 6-ാം മാസം തുടങ്ങുമ്പോഴാണ് അമ്മയ്ക്ക് ഡയബറ്റിസ് വരാനുള്ള സാധ്യത. നേരത്തെ ഡയബറ്റിസ് ഉള്ള സ്ത്രീ അല്ലെങ്കിൽ പോലും ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ഗർഭാവസ്ഥയിൽ അവർക്ക് ഷുഗർ കൂടുകയും ഡയബറ്റിസ് വരികയും ചെയ്യും. അപ്പോൾ ഇത് 6-ാം മാസം കഴിയുമ്പോഴാണ് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നത്. അതായത് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ഉപകരിക്കുന്ന എല്ലാത്തരം ഹോർമോണും, അമ്മയിലുണ്ടാകുന്ന ഹോർമോൺ എല്ലാം തന്നെ ഗ്ലൂക്കോസിനെ കുറയ്ക്കുന്ന ഇൻസുലിന് എതിരായി പ്രവർത്തിക്കുന്നവയാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അമ്മയുടെ ഷുഗർ നോർമലായിട്ടിരിക്കണം, എന്നാൽ മാത്രമേ കുഞ്ഞിന് ആവശ്യമുള്ള ഷുഗർ കിട്ടൂ എന്നുള്ളത് കൊണ്ടാണ്. സോ 6-ാം മാസത്തിൽ കട്ടായമായിട്ടും അമ്മയ്ക്ക് ഒരു ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. അതായത് സാധാരണ പോലെ ആഹാരം കഴിച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഗ്ലൂക്കോസ് കൊടുത്തു കഴിഞ്ഞാൽ അത് അമ്മയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ആ ഗ്ലൂക്കോസ് കൊടുത്തു കഴിഞ്ഞിട്ടുള്ള ഷുഗർ നോക്കുമ്പോൾ അത് നോർമലാണോ എന്നറിയേണ്ടത് അത്യാവശ്യമാണ്. മാത്രവുമല്ല 5-ാം മാസം ആവുമ്പോഴേക്കും കുഞ്ഞിൻ്റെ അവയവങ്ങളെല്ലാം ഏകദേശം വളർച്ച പൂർണ്ണമായി പ്രാപിച്ചിരിക്കും. ആ സമയത്ത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ അവയവങ്ങളെല്ലാം തന്നെ നമുക്ക് കാണാൻ പറ്റും. ബ്രെയിൻ, തലച്ചോറ്, ഹൃദയം, പിന്നെ നമുക്ക് വയറ്റിനകത്തെ അവയവങ്ങൾ, കൈകൾ, കാലുകൾ, അതിനകത്തുള്ള ഓരോരോ എല്ലുകൾ, ചുണ്ട്, നാക്ക്, ഇതെല്ലാം തന്നെ നമുക്ക് കാണാൻ പറ്റും. 5-ാം മാസത്തിൽ കുഞ്ഞിന് അംഗവൈകല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു സ്കാനും അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്ക് വേറെ പല കാര്യങ്ങളും, അമ്മയുടെ യൂട്രസിലോട്ടുള്ള രക്തയോട്ടം എങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ളതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ 4-ാം മാസം തുടങ്ങി 7-ാം മാസം വരെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് അമ്മയുടെ ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യണം, അമ്മയുടെ കുഞ്ഞിൻ്റെ സ്കാൻ ചെയ്ത് നോക്കണം, പിന്നെ അമ്മയ്ക്ക് വിളർച്ചയുണ്ടോ എന്നറിയാനുള്ള ഹീമോഗ്ലോബിൻ ടെസ്റ്റും ചെയ്യണം. ഈ സമയത്ത് മൂത്രത്തിൽ പഴുപ്പുണ്ടോ എന്നറിയാനായിട്ട് മൂത്രം ഒരു പ്രാവശ്യമെങ്കിലും കൾച്ചർ ചെയ്യുകയും വേണം. പിന്നെ തൈറോയിഡ് ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും ആദ്യത്തെ മാസങ്ങളിൽ നമ്മളൊരു തൈറോയിഡ് ടെസ്റ്റ് ചെയ്യും. വീണ്ടും ഈ 3 മാസങ്ങളിൽ എപ്പോഴെങ്കിലും തൈറോയിഡ് ടെസ്റ്റും നമ്മൾ ചെയ്ത് നോക്കേണ്ടതാണ്. പിന്നെ ആദ്യത്തെ 3 മാസങ്ങളിൽ നമ്മൾ ഫോളിക് ആസിഡിൻ്റെ ഗുളിക മാത്രമേ കൊടുക്കാറുള്ളൂ. 14 ആഴ്ച കഴിഞ്ഞ് അമ്മയുടെ ഛർദിലൊക്കെ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ വിളർച്ച വരാതിരിക്കാനുള്ള ഇരുമ്പ് സത്തിൻ്റെ ഗുളികയും കാൽഷ്യത്തിൻ്റെ ഗുളികയും അമ്മയ്ക്ക് കൊടുക്കേണ്ടതാണ്. നന്ദി, നമസ്കാരം.